തിരുവനന്തപുരത്ത് കിംസ് ഹോസ്പിറ്റൽ, കൊല്ലത്തും കിംസ് ഹോസ്പിറ്റൽ, കോട്ടയത്ത് കിംസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, തൊടുപുഴ ചാഴിക്കാട് ഹോസ്പിറ്റൽ, കൊച്ചിയിൽ ആസ്റ്റർ മെഡിസിറ്റി, പെരിന്തൽമണ്ണയിൽ കിംസ് അൽഷിഫ, കോട്ടയ്ക്കല് ആസ്റ്റർ മിംസ്, കോഴിക്കോട് ബേബി മെമ്മോറിയൽ, കോഴിക്കോട് തന്നെ മൈത്ര ഹോസ്പിറ്റൽ, കണ്ണൂർ ആസ്റ്റർ മിംസ്. ഇത് ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ നെറ്റ്വർക്ക് ലിസ്റ്റ് പറയുന്നതല്ല. ബ്ലാക്ക് റോക്ക്, KKR തുടങ്ങിയ ആഗോള ഇൻവെസ്റ്റ്മെന്റ് കമ്പനികൾ വാങ്ങിക്കൂട്ടിയ കേരളത്തിലെ ഹോസ്പിറ്റലുകളുടെ ശൃംഖലകളെക്കുറിച്ച് പറഞ്ഞതാണ്. ഈ മേടിച്ചു കൂട്ടുന്ന ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, ഇന്ത്യയിലെമ്പാടുമുണ്ട്. ഈ ബ്ലാക്ക് റോക്ക് എന്ന കമ്പനി ക്വാളിറ്റി കെയർ ഹോസ്പിറ്റൽസ് എന്ന പേരിൽ ഒരു സബ് കമ്പനി ഇന്ത്യയിലുണ്ടാക്കി അതുവഴി ഇന്ത്യയിലെ ആശുപത്രികളെ മുഴുവനും മൊത്തത്തിൽ വാങ്ങിക്കൂട്ടുകയാണ്. കുറഞ്ഞ നാളിനുള്ളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആശുപത്രി ശൃംഖലയായിട്ട് ഈ കമ്പനി വളർന്നു വന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. എന്തുകൊണ്ടാണ് ഈ ആഗോള ഭീമന്മാർ ഇന്ത്യയിലെ ഹോസ്പിറ്റലുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതിന് 3 കാരണങ്ങളാണ്. ഒന്ന്, ഇന്ത്യൻ ആശുപത്രികളിൽ നിന്ന് നഷ്ടം വരില്ല, ലാഭം മാത്രമേ വരൂ. കാരണം ഇന്ത്യയിൽ ആശുപത്രി നിയന്ത്രണ സംവിധാനം വളരെ വീക്കാണ്. കൂടാതെ ആശുപത്രി ബില്ലിൽ ഭൂരിപക്ഷം ആളുകളും ബാർഗെയിൻ ചെയ്യാൻ നിൽക്കാറില്ല. ചോദിക്കുന്ന തുക കടം വാങ്ങിയിട്ടാണെങ്കിലും കൊടുക്കും. രണ്ടാമത്തെ കാര്യം, വികസിത രാജ്യങ്ങളിലെ ജനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ മെഡിക്കൽ നോഹൗ, ലീഗൽ സെൻസ് തുടങ്ങിയവയൊക്കെ വളരെ കുറവാണ്. കൂടാതെ ഡോക്ടർമാരോട് അമിതമായ ബഹുമാനവും ഭക്തിയുമാണ്. മൂന്നാമത്തെ കാര്യം, ആശുപത്രി ചെലവുകൾ ഇനി വരുന്ന കാലത്ത് ഒരു കാരണവശാലും കുറയില്ല. കാരണം ഇന്ത്യയിൽ മാക്സിമം ലാഭം ഉണ്ടാക്കാൻ ഏറ്റവും നല്ല വഴി ആശുപത്രികളാണ് എന്ന് നേരത്തെ തന്നെ തെളിയിക്കപ്പെട്ടതാണ്. ഇത്തരം പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളുടെ കൊള്ളലാഭം മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ വരും വർഷങ്ങളിൽ കേരളം ആരോഗ്യരംഗത്ത് വലിയ വളർച്ച നേടിയേക്കാം. പക്ഷേ ഒരു നല്ല ആരോഗ്യ ഇൻഷുറൻസ് നിങ്ങൾക്കില്ലെങ്കിൽ, എത്രയും വേഗം എടുത്തില്ലെങ്കിൽ, വരും വർഷങ്ങളിൽ നിങ്ങളുടെ സാമ്പത്തിക രംഗം അത് കാരണം തകർന്നും പോയേക്കാം. ഒരു ആശുപത്രി അഡ്മിഷൻ പോലും നിങ്ങളെ ലക്ഷങ്ങളുടെ കടക്കാരനാക്കിയേക്കാം. അതുകൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക.